സ്ഥലപരിമിതി മറികടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും വലിയ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻ ആണ്. അപ്പോൾ ഈ ചെടികളെ സ്നേഹിക്കുന്നവർക്ക് ഏറ്റവും വലിയൊരു പരിമിതി എന്ന് പറയുന്നത് സ്ഥലപരിമിതിയാണ് ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ സ്ഥലപരിമിതി മറികടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും വലിയ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻ ആണ്. ഇവിടെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഗാർഡനും ആദ്യം നേരിട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്ഥലപരിമിതി തന്നെയാണ്. അപ്പോഴാണ് ഞാൻ വെർട്ടിക്കൽ ഗാർഡനെ കുറിച്ച് ആലോചിച്ചത്. ഇപ്പോൾ നമുക്ക് ഒത്തിരി പ്ലാന്റ്സ് ഇതുപോലെ വെർട്ടിക്കലായിട്ട് ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും. ഇവിടെ തന്നെ നമ്മൾ മണി പ്ലാന്റ് എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ വെറൈറ്റി മാത്രമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് മണി പ്ലാന്റിൻ്റെ നിയോൺ വെറൈറ്റി, അതുപോലെ മാർബിൾ വെറൈറ്റി, ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ്, ഇങ്ങനെ ഓരോന്നും നമുക്ക് ഇങ്ങനെ എത്രത്തോളം അടുക്കി വയ്ക്കുക അത്രത്തോളം ഭംഗിയായിരിക്കും. ഓരോരുത്തരുടെയും കലാവാസന പോലെ ഇഷ്ടമുള്ള പ്ലാന്റ്സ് നമ്മുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ സെറ്റ് ചെയ്ത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കണം, ഇപ്പോൾ സൺലൈറ്റ് കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ അങ്ങനെയുള്ള പ്ലാന്റ്സ് വയ്ക്കണം. ഇപ്പോൾ ഷെയ്ഡഡ് ആയിട്ടുള്ള പ്ലേസ് ആണെങ്കിൽ നമുക്ക് ഫേൺസ് ഒക്കെ സെറ്റ് ചെയ്ത് വയ്ക്കും. ഇപ്പോൾ ഫേണൊക്കെ ആണെങ്കിൽ അതായത് പോലെ ഇപ്പോൾ ഇവിടെ അത്യാവശ്യം ഷെയ്ഡുള്ള സ്ഥലമാണ്, ഫേണൊക്കെ നന്നായിട്ട് വളരുന്ന പ്ലേസ് ആണ്. ഇനി ചില ആൾക്കാർക്ക് ഫ്ലവറിങ് പ്ലാന്റ്സ് ആയിരിക്കും വെർട്ടിക്കൽ ഗാർഡനിൽ വെക്കാൻ താല്പര്യം. അപ്പോൾ ഷെയ്ഡായിട്ടുള്ള പ്ലേസുകളിൽ നമുക്ക് വെക്കാൻ പറ്റിയൊരു നല്ലൊരു പ്ലാന്റ് ആണ് ബിഗോണിയ എന്ന് പറയുന്നത്. അപ്പോൾ ബിഗോണിയയുടെ വെറൈറ്റീസ് ഇതാ വ്യത്യസ്ത ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗാർഡൻ എത്രത്തോളം ഭംഗിയായിട്ട് വെക്കണം അത്രത്തോളം അതിനെ കെയർ ചെയ്യണം. അതുപോലെ ഡെയിലി മെയിൻ്റനൻസ് ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ടത്. ഇതിപ്പോൾ നമുക്ക് സ്ഥലപരിമിതി മറികടക്കാൻ വേണ്ടി ഞാൻ ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ വെർട്ടിക്കൽ ചെയ്തതിൻ്റെ മുകളിൽ തന്നെ ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ട് അതിൽ തന്നെ നമ്മൾ ഹാങ്ങിങ് ആയിട്ടുള്ള പ്ലാന്റ്സും കൂടെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് ഒക്കെ ഉണ്ട്, അതുപോലെ വെറൈറ്റീസ് ഒക്കെ. ഇത് നമ്മുടെ കാക്ടസിൻ്റെ കുറച്ച് വെറൈറ്റീസ് ആണ്. ഈ കാക്ടസും നമുക്ക് സ്ഥലപരിമിതി ഉള്ളത് കൊണ്ടാണ് ഞാൻ വെർട്ടിക്കലായിട്ട് ചെയ്തേക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം സൺലൈറ്റ് വേണ്ടുന്ന ഒരു പ്ലാന്റ് ആണ്. കൂടുതൽ വെള്ളം ആവശ്യമില്ല ഇതിന്. കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അഴുകിപ്പോകുന്ന പ്ലാന്റ് ആണ് ഈ കാക്ടസ് വെറൈറ്റീസ് എന്ന് പറയുന്നത്. ഇത് കൂടുതലും ഇൻഡോർ വയ്ക്കുന്നതിനേക്കാളും നമുക്ക് ഔട്ട്ഡോർ സെറ്റ് ചെയ്യുന്നതാണ് ഭംഗിയും അത് കൂടുതൽ സർവൈവ് ചെയ്യുന്നത്. ഹായ് ഓൾ, വെറൈറ്റി ഗാർഡനിൽ നിന്ന് അനുവാണ്. നമ്മുടെ വെറൈറ്റി ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഒത്തിരി ഫ്ലവറിങ്ങിനായിട്ടുള്ള പ്ലാന്റ്സ്, അതുപോലെ ഇൻഡോർ പ്ലാന്റ്സ്, അതുപോലെ 10 മണിയുടെ 100-ൽ പരം വെറൈറ്റീസ്, കോളിയസിൻ്റെ കളക്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ പ്ലാന്റ്സിന് പുറമെ നമ്മുടെ ഗാർഡന് വേണ്ടിയിട്ടുള്ള ആക്സസറീസ്, പോട്ട്, അതുപോലെ ഫെർട്ടിലൈസർ എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. അപ്പോൾ അതുപോലെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് വന്ന് വാങ്ങാം. നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൊറിയറായിട്ടും അയച്ചു തരുന്നതാണ്. നമ്മുടെ ഗാർഡൻ വന്നിട്ട് തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഇരുമ്പിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്.